അധികം ചിലവൊന്നും ഇല്ലാതെ ബാലൻസ് വന്ന സാധനങ്ങൾ വെച്ചിട്ട് ഒരു സൂപ്പർ ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഐസ്ക്രീമാണ് കേട്ടോ. ഒന്നും തന്നെ പുതുതായിട്ട് എടുക്കുന്നില്ല, എല്ലാം നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കേക്കൊക്കെ ചെയ്ത ശേഷം ബാലൻസ് ക്രീം കുറച്ചുണ്ട്. അപ്പോൾ ഈ ക്രീം വെച്ചിട്ടാണ് ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ബാലൻസ് ക്രീമെല്ലാം ഒരു ബൗളിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ച് പ്രളയൻ വേണം, പിന്നെ കാരമൽ സോസ് വേണം, കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് വേണം. അപ്പോൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ചേർക്കാം. അപ്പോൾ അതൊരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. നമ്മൾ കാരമൽ സോസ് കൂടി ചേർക്കുന്നുണ്ട്, അപ്പോൾ അതും കൂടി കണക്കാക്കി വേണം ചേർക്കാനായിട്ട്. പിന്നെ കുറച്ച് കാരമൽ സോസ് ചേർക്കുന്നുണ്ട്, അതും ഏതാണ്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്, അളവൊന്നും എടുക്കുന്നില്ല. പിന്നെ കുറച്ച് പ്രളയൻ ബാലൻസ് ഉണ്ട്, അപ്പോൾ അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, മിൽക്ക് കോമ്പൗണ്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി കുറച്ച് ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. സ്പൂണ് മാറ്റി വെച്ച ശേഷം ഒരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് ബട്ടർ സ്കോച്ചിൻ്റെ മിൽക്ക് മിക്സാണ്. അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ സോസൊക്കെ ചേർക്കുമ്പോൾ തന്നെ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് 2-3 ഡ്രോപ്പ് ചേർത്താൽ മതിയാവും, കൂടുതലായി പോവരുത്. അപ്പോൾ അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐസ്ക്രീമിൻ്റെ പരിപാടിയൊക്കെ. പിന്നെ അത് ഫ്രീസറിലോട്ട് ഒരു 5-6 മണിക്കൂർ വെച്ച ശേഷം നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളല്ലേ ഈ ഒരു ഐസ്ക്രീം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മിക്സ് ഇതാ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. മധുരമൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്നിങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ കറക്റ്റാണ്, മധുരവും എല്ലാം സൂപ്പറായിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോട്ട് മാറ്റി കൊടുക്കാം. മാറ്റിയതിന് ശേഷം അതിനെ ഫ്രീസറിലോട്ട് വെക്കാം കേട്ടോ. ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്കത് എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടെയ്നറിലാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ടോപ്പിങ്സും കൂടി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ബാലൻസ് വെച്ചിട്ടില്ലേ, പ്രളയനും കുറച്ച് ചോക്ലേറ്റും ഒക്കെ ബാലൻസ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അതിൻ്റെ പുറത്തോട്ട് ഒന്ന് കൊടുക്കാം കേട്ടോ. കൊടുത്തു കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മളിത് കഴിക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടും. പിന്നെ കേക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബാലൻസ് വരുന്ന ക്രീം ഒരാഴ്ചയിൽ കൂടുതൽ സമയം അതിനെ സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ കൂടുതൽ നമുക്ക് അടുത്തൊന്നും വർക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിതിപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതിനൊരു ബൗളിലോട്ട് വെച്ച് നമുക്ക് കഴിക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് അനിയനൊക്കെ കൊടുത്തപ്പോഴത്തേക്കും ശരിക്കും ഞാൻ ഉണ്ടാക്കിയതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി ഐസ്ക്രീം പൊട്ടിച്ചത് എപ്പോഴാണോ തീർന്നത് എപ്പോഴാണെന്നൊന്നും അറിഞ്ഞില്ല, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ആയിട്ടൊന്നും അല്ല, ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ.